ഈ ശവത്തിന് എന്തിന്റെ കേടാണ്? ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. എന്താണ്? ഞാനൊരു സ്ഥലത്തിരിക്കാണ്. വീഡിയോ കോൾ നിന്റെ അച്ഛനായിട്ട് വിളിക്കും. ഞാനിപ്പോ പോന്നല്ലേ ഉള്ളൂ ഇങ്ങോട്ട്. വരുമ്പോ ഇച്ചിരി വൈകും. പഞ്ചസാരയും ചായപ്പൊടിയാ കൊണ്ടരാന്ന് പറഞ്ഞില്ലേ? ഞാൻ അപ്പാപ്പ വിളിക്കണ്ട. ഞാനൊരു വർക്കിന് വന്നേക്കാണ് കേട്ടാ. 8 മണിക്ക് മുമ്പ് എത്തും. വല്ല വണ്ടി ഇടിച്ച് ചത്തില്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് എത്തും. നീ ഫോട്ടോ വെച്ചവിടാ. എല്ലാ ഭാര്യമാർക്കും ഉള്ളതാണോ? എന്തെങ്കിലും ഒന്ന് ഇണക്കി കൊണ്ടുവരുമ്പോ അപ്പ ഫോൺ വിളിക്കും. മനുഷ്യന്റെ മൂഡ് കളയാൻ. ഈ പണ്ടാരത്തിനെയൊക്കെ വെറുത്തിട്ടാണ് ഈ വാക്ക് ഷർട്ടും തേച്ചിട്ട് വരുന്നത്. അവിടെ ഇരുത്തൂല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നോ പറയോ? ഒരിക്കലും ഇല്ല. പണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഞാൻ വെള്ളത്തിലോട്ട് ചാടണം. അതൊന്നും വേണ്ട. പിന്നെന്താ? എന്നാ ഞാൻ പറയാം. ഒളിച്ചോടുന്ന കാര്യം കുറച്ചൊരു ഗ്യാപ്പ് തരണം. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വിട്ടുകളയാൻ. അതൊന്നല്ല. നോ പറയില്ലല്ലോ? ഒരിക്കലും ഇല്ല. എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്നാലേ ഒരു ജീവൻ ലക്ഷ്യം എടുക്കട്ടെ. ജീവൻ ലക്ഷ്യം എന്ന് പറഞ്ഞാ ജീവൻ ലക്ഷ്യ പോളിസിയില്ലേ? അതായത് ഇപ്പൊ ആര് മരിച്ചു പോവാണെങ്കിൽ കുടുംബത്തിന് ആ പൈസക്ക് ധനസഹായിട്ട് കിട്ടും. നല്ലൊരു എമൗണ്ട് കിട്ടും. കുടുംബം അനാഥാവേണ്ടി വരില്ലല്ലോ. ഞാൻ മരിച്ചാലാ? LIC ഏജന്റാണോ? അതെ.